ഇങ്ങനെ പല ആൾക്കാരും ഇപ്പം പല ഓരോരുത്തരുടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാര് ബ്ലോഗേഴ്സിനെ വിളിച്ച് ഓരോ മാർക്കറ്റിൽ വന്ന് ഓരോ കടക്കാരെ വന്ന് ബ്ലോഗ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അവരെല്ലാം 200 രൂപയ്ക്ക് അങ്ങനെ കിട്ടുന്നു, 220 രൂപയ്ക്ക് ഇങ്ങനെ കിട്ടുന്നു എന്നെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് മാർക്കറ്റിനെ അങ്ങ് ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഒലീവിയ എന്ന് പറയുന്ന സ്ഥാപനത്തോട് എനിക്കുള്ള ഒരേ ഒരു എതിർപ്പ്, കാരണം ഈ കച്ചവടക്കാരുടെ കച്ചവടം പൂട്ടിക്ക് അവർക്ക് മാത്രം, ഒരാൾക്ക് മാത്രം എല്ലാം വേണം, ഒരാൾക്ക് മാത്രം നല്ല ബിസിനസ് ചെയ്യണം, അവരെ മാത്രം ഓൺലൈനിൽ അവർ മാത്രം മുന്നിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് അവർ നടത്തുന്ന ഈ ഒരു ക്രിയകളാണ് അവർക്കെതിരായിട്ട് വന്നതെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്, എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. അത് തന്നെയാണ് സത്യവും. പിന്നെ ഞാനും അവരെ ശപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് ഞാൻ അവരെ അറിഞ്ഞ് ശപിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 1000 പീസ് ടോപ്പ് ഉണ്ടാക്കി എടുക്കുന്നവന്റെ വേദന അത് ഉണ്ടാക്കുന്നവന് മാത്രമേ അറിയാവുള്ളൂ. അല്ലാതെ നമുക്ക് ഇങ്ങോട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് നമ്മളത് പൊട്ടിച്ച് നമ്മളത് ദേഹത്തിട്ട് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമുക്കത് അറിയില്ല. അത് ഈ അപ്പോൾ നമ്മുടെ VRS പറഞ്ഞത് കേട്ടല്ലോ, എല്ലാവരും ചെറിയ റേറ്റിന് 200, 300, 400 പോലുള്ള ചെറിയ റേറ്റ് കൊടുത്തിട്ട് മാർക്കറ്റ് അങ്ങ് നശിപ്പിക്കുകയാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർ മാർക്കറ്റ് നശിപ്പിച്ചതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്നത് സൂറത്തില് RKT മാർക്കറ്റിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ കേരള ടേസ്റ്റിലുള്ള സാധനങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആലിയ കെട്ടില് ജോർജറ്റില് വെൽവെറ്റിന്റെ നല്ല പാച്ച് കൊടുത്തിരിക്കുന്നു. ഇത് 3 പീസ് സെറ്റ്, അതായത് നമ്മുടെ പ്ലാസോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കേർട്ട് പോലെ ഇരിക്കുന്ന പ്ലാസോ ആണ്. ജോർജറ്റ് ആണ്, നല്ല ഫ്ലെയർ ഉള്ളത്. അതിന്റെ ടോപ്പ് ഇതാണ് കേട്ടോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അവൈലബിൾ ഉള്ളത് കേട്ടോ. അതിൻ്റെ വേറെ കളേഴ്സോ വേറെ സൈസസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവരും എല്ലാം നമ്മുടെ ഹോൾസെയിൽ സെക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നെ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് എല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും. 225 രൂപ ഹോൾസെയിൽ റേറ്റ് ആണ്. അതായത് ചേച്ചി വിശ്വസിച്ച് ഏൽപ്പിച്ചാണ് ചേച്ചിക്ക് പണി തന്നു. ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളെ എനിക്കിട്ട് നല്ല പണി തന്നു. ഈ മിനിമം എന്നൊരു ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് ഒരു 12 പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യാം. ലോഡ് കണക്കിന് സാരികള് 400 രൂപ കല്യാണ പാർട്ടികളൊക്കെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. മിനിമം 4 പീസ് എടുക്കണം എന്ന് പറയുന്നത്. സൂറത്തിലൊക്കെ എന്തോ വലിയ കമ്പനിയൊക്കെ തുടങ്ങി പറയുന്നത് സംഭവം ഡീറ്റെയിൽസ് 2023 എങ്ങനെ എസ്പെഷ്യലി ചേച്ചി സൂറത്തിൽ ബിസിനസ് തുടങ്ങി അവിടുന്ന് ഒരുപാട് പേര് 200 രൂപ പത്രത്തിനകത്തേക്ക് ഞാൻ ഈ സ്റ്റാഫുകളൊക്കെ എഴുതി വാങ്ങിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 200 രൂപ പത്രത്തിൽ എഴുതി വാങ്ങിച്ചവർ എല്ലാം വരുമ്പം ഏകദേശം നീ എഴുതി തന്ന പത്രത്തിന്റെ വാല്യൂ എന്താണെന്ന് ഞാൻ നിനക്ക് നന്നായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ നിനക്ക് എഴുതി തന്നെന്ന് പറഞ്ഞല്ലോ, 200 രൂപ പത്രത്തിനകത്ത് ഒരു കാലത്ത് ഞാൻ നിന്നെ ശല്യപ്പെടുത്തത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്ക് എഴുതി തന്ന പത്രം 200 രൂപ പത്രം കൂടെ നീ ഇങ്ങനെ കൊണ്ടുവരണം എനിക്ക് കേട്ടോ. കേസ് വരുന്ന സമയത്ത് നീ അതും കൂടി കൊണ്ടുവരണം. അതുപോലെ അരുൺ രാജ് കമന്റിനകത്ത് അരുൺ രാജിന്റെ ID എടുത്ത് അത് ഞാൻ നമ്പർ സഹിതം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിനക്കും വരും, നീയും വരണം. നീയും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, നിന്നെ ഏത് രീതിയിലാണ് ഞാൻ നിന്നെ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ പൊന്നു മോൻ കൂടെ കൊണ്ടുതരണം. ഇനിയിപ്പോ 100 പേരുടെ കൂടെ ആണെങ്കിൽ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഞാൻ 100 പേരുടെ കൂടെ ജീവിക്കും. ഞാൻ വേണ്ടെന്ന് വെക്കുമ്പോൾ ഞാൻ ചിലപ്പം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സകല ആൾക്കാരുടെ കൂടെ പോകും. അതുപോലെ തന്നെ ഇനി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യയിലും പോകും, ഇനി ഇന്ത്യക്ക് വെളിയിലുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും. നീ ആരടി ചോദിക്കാനേട്ടാ? നീ വന്നത് ചെലിക്കുന്ന പന്ന നാറി. അവളെ വേണ്ടെന്ന് വെക്കുമ്പോൾ അവള് നിന്ന് നിനക്ക് 24 വയസ്സുള്ള എടി സൗമ്യ നവാസെ, ഇനി നീ നോക്കിക്കോ. ഈ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇപ്പൊ ഞാൻ പറയുക, ഈ സൗമ്യ നവാസെ നീ എഴുതി തന്ന രേഖ ഉൾപ്പെടെ, നീ എഴുതി തന്നത് ഉൾപ്പെടെ ഞാൻ കൊണ്ടുവന്ന് വനിതാ കമ്മീഷനിൽ കേസ്. എറണാകുളം മാർക്കറ്റിൽ അറിയാൻ വയ്യാത്ത ആൾക്കാരൊന്ന് വരണേ. അല്ല, ഇന്നലെ ഒരുത്തിനെടുത്ത് തീം വിളക്കുന്ന കണ്ടു. എറണാകുളം മാർക്കറ്റില് അറിയത്തില്ലാന്ന്. എറണാകുളം മാർക്കറ്റിൽ എന്നെ കുറിച്ച് ഒന്ന് വന്ന് തിരക്കണേ, നിങ്ങൾ ഒന്ന് വന്ന് തിരക്കി എന്നോ അന്വേഷിച്ച് അറിയണേ. ഞാനിവിടെ നിന്ന് ഈ കണ്ട ഇത്രേ ആൾക്കാരുടെയൊക്കെ കോടിക്കണക്കിന് രൂപയും കൊണ്ടാണെന്നേ ഞാൻ മുങ്ങിയത്. അല്ല പിന്നെ അല്ലേ, ഞാൻ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ഞാൻ കള്ളത്തിനും പറഞ്ഞ എനിക്കറിയില്ല, ഞാൻ ജീവിക്കില്ല കള്ളം പറഞ്ഞ. എൻ്റെ തല പോകേണ്ടി വന്നാലും ഞാൻ കള്ളം പറയില്ല. അപ്പം ഞാൻ പറയുന്നത് അത് മൊത്തം എറണാകുളം മാർക്കറ്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പറ്റിച്ചിട്ടാണ് സൂറത്തിൽ വന്നിരിക്കുന്നത് കേട്ടോ. കോടികൾ, 1 കോടിയല്ല, ഒരു 3-4 കോടി പറ്റിച്ചിട്ടുണ്ട്. ഇനി സൂറത്ത് മാർക്കറ്റിലും ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്, ഒരുപാട് ഏജന്റുമാരെ പറ്റിച്ചിട്ടുണ്ട്. അവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും വെല്ലവന്റെയും കൂടെ കിടന്നുമാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയും അങ്ങനെ തന്നെയാണ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിൽ കൂടുതൽ നിനക്കൊന്നും എടുത്തിടാനായിട്ടില്ലല്ലോ, എടുത്തിടാം.